അതുപോലെ സെക്സും ജെൻഡറും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറീസ് ആണ്. നിലവിലുള്ള അമെൻമെന്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സെക്സും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസത്തിന് അപ്പാടെ ഇല്ലാതാക്കിക്കൊണ്ട് അതിൽ ഏറ്റവും വലിയ കൺസേൺ ആയിട്ട് വേറെ ഒന്ന് ക്വയർ കമ്മ്യൂണിറ്റി ഉയർത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ക്രിമിനലൈസേഷനെ കുറിച്ചുള്ള നമ്മുടെ മെഡിക്കൽ പ്രൊസീജിയേഴ്സുകൾ, നമ്മുടെ സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിന് പുറത്ത് നമ്മൾ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി സർക്കിള്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചോസൺ ഫാമിലീസ്, ഇതിനെ അപ്പാടെ ക്രിമിനലൈസ് ചെയ്യുന്ന ആഗോളമായി സംഭവിക്കുന്ന ട്രാൻസ് വിരുദ്ധ ലെജിസ്ലേഷനുകളുണ്ട്. പ്രധാനമായിട്ട് US-ലൊക്കെ ഉൾപ്പെടെ ട്രംപിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഓരോ ദിവസം തോറും 100, 200, 300 ലെജിസ്ലേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലുള്ള അവരുടെ ടോയ്ലറ്റ് യൂസിനെ സംബന്ധിച്ചിട്ടുള്ള റെസ്ട്രിക്ഷനെ മുൻനിർത്തിയുള്ള ഈ രീതിയിൽ മെഡിക്കൽ ഹെൽത്ത് കെയറിനെ അപ്പാടെ ക്രിമിനലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഈ രീതിയിൽ ഒരുപാട് ലെജിസ്ലേഷൻസ് US-ന്റെ കോണ്ടെക്സ്റ്റിലും യൂറോപ്പിന്റെ സാഹചര്യത്തിലൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പം ഈ ആഗോളമായിട്ടുള്ള വലതുപക്ഷ ട്രാൻസ് വിരുദ്ധതയുടെ തുടർച്ചയായിട്ട് കൂടിയാണ് ഇന്ത്യയിൽ ഈ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിനകത്ത് ഈ വിഷയത്തിനെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ ഇതൊരു ചെറിയ തരത്തിലുള്ള ഒരു പോളിസി ചേഞ്ച് ആയിട്ട് മനസ്സിലാക്കിയാൽ ഇതിന്റെ ഒരു വലിയ തരത്തിലുള്ള ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് കണ്ണിൽപ്പെടാതെ പോകാനുള്ള സാധ്യതയുണ്ട്. ചില ആൾക്ക് സോഷ്യൽ ട്രാൻസിഷൻ ആയിരിക്കും ഇഷ്ടം, ചില ആളുകൾ ഹോർമോൺ മാത്രമായിരിക്കും എടുക്കുന്നുണ്ടാവും, ചില ആളുകൾ എല്ലാ തരത്തിലുള്ള സർജറിയും ചെയ്യുന്നുണ്ട്, ചില ആളുകൾ ടോപ്പ് സർജറി മാത്രമായിരിക്കും ചെയ്യുക. നാളെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പിനെ ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു രാജ്യത്താണ് ഒരു ബില്ല് വരുന്നത്, ട്രാൻസ്ജെൻഡർ അമെൻമെൻറ്റ് ബിൽ. സ്വാഭാവികമായും ആ ബില്ലിനെതിരെ വലിയ രൂപത്തിലുള്ള സമരങ്ങൾ രാജ്യത്തും നമ്മുടെ നാട്ടിലും നടക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ ബില്ലിനെ ട്രാൻസ്ജെൻഡറുകൾ വലിയ രൂപത്തിൽ എതിർക്കുന്നത്? ഇന്ത്യയുടെ സാഹചര്യത്തിൽ പ്രധാനമായിട്ടും 2014 ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളുള്ള ഒരു പൗരശരീരം എന്ന രീതിയിൽ ട്രാൻസ് മനുഷ്യരെ അംഗീകരിക്കുന്നത്. അതുവരെയും ട്രാൻസ് മനുഷ്യർക്ക് ഇന്ത്യക്കകത്തുള്ള ഒരു പൗരർ എന്നുള്ള ഒരു പദവിയൊന്നും ഉണ്ടായിരുന്നില്ല. 2014 ഏപ്രിൽ 15 വരുന്ന നൽസ വിധിയുടെ ഭാഗമായിട്ടാണ് ട്രാൻസ് മനുഷ്യരെ ഭരണഘടനാപരമായിട്ടുള്ള എല്ലാവിധ അവകാശങ്ങളുള്ള പൗരരായിട്ട് അംഗീകരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ സെക്സ് ആണ് പ്രൈമറി ആയിട്ടുള്ള ഒരു മാർക്കർ എന്ന രീതിയിൽ പരിഗണിക്കുന്നത്. ഈ സെക്സ് എന്ന് പറയുന്നത് നമുക്കറിയുന്നത് പോലെ തന്നെ ശാരീരികമായിട്ടുള്ള വളരെ ബയോളജിക്കൽ ആയിട്ടുള്ള അവയവങ്ങളെയും നമ്മുടെ ക്രോമസോം പാറ്റേണിനെയും ഹോർമോണിനെയൊക്കെ അടിസ്ഥാനമാക്കി നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ സെക്സ് എന്ന് പറയുന്ന കാറ്റഗറീനെ ജെൻഡർ എന്ന രീതിയിൽ കുറെ കൂടി വിശാലമായിട്ട് ഡിഫൈൻ ചെയ്തുകൊണ്ടിട്ടാണ് ട്രാൻസ് മനുഷ്യരുടെയും അവകാശങ്ങളെ അംഗീകരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വിധി വരുന്നത്. ആ നൽസ വിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപാട് പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഉണ്ടായി ആ വിധിയുടെ ഭാഗമായിട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ജെൻഡർ എന്ന് പറയുന്നത് അയാൾക്ക് സ്വയം തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളതായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം പുതിയ ബില്ല് അമെൻമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഈ പ്രധാനപ്പെട്ട ഒരു ഊന്നലിനെ, വ്യക്തിക്ക് സ്വയം തീരുമാനിക്കാവുന്നതാണ് ജെൻഡർ എന്ന് പറയുന്നതിന് അപ്പാടെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സെക്സും ജെൻഡറും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറീസ് ആണ്. നിലവിലുള്ള അമെൻമെന്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സെക്സും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസത്തിന് അപ്പാടെ ഇല്ലാതാക്കിക്കൊണ്ട് ജെൻഡർ എന്ന് പറയുന്നതിന് അനാട്ടമിക്കൽ ആയിട്ടുള്ള, വളരെ ജൈവികമായിട്ടുള്ള നമ്മുടെ അനാട്ടമി വെച്ച്, ശരീരം വെച്ച് നിർവചിക്കുന്ന ഒന്നാക്കിയിട്ട് ചുരുക്കുന്ന ഒരു യുക്തിയാണ് അതിലേക്ക് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും വലിയ ബില്ലിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അമെൻമെന്റിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ കൺസേൺ ആയിട്ട് വേറെ ഒന്ന് ക്വയർ കമ്മ്യൂണിറ്റി ഉയർത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ക്രിമിനലൈസേഷനെ കുറിച്ചുള്ള. അതായത് നമ്മുടെ മെഡിക്കൽ പ്രൊസീജിയേഴ്സുകൾ, നമ്മുടെ സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിന് പുറത്ത് നമ്മൾ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി സർക്കിള്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചോസൺ ഫാമിലീസ്, ഇതിനെ അപ്പാടെ ക്രിമിനലൈസ് ചെയ്യുന്ന കുറേ അധികം സാധ്യതയുള്ള, അത്തരം ക്രിമിനലൈസേഷനിലേക്ക് നയിക്കുന്ന കുറേ അധികം ക്ലോസുകൾ പുതിയ അമെൻമെന്റിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വേറൊരു ആശങ്ക. പിന്നെ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് എന്താണെന്നുള്ളൊരു നിർവചനം പ്രധാനമാണല്ലോ. അപ്പം നൽസയിൽ ഉണ്ടായിരുന്ന നിർവചനം എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ലിംഗപരമായിട്ടുള്ള വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു നിർവചനമായിരുന്നു. അതിനകത്ത് സാംസ്കാരിക വൈവിധ്യങ്ങളായിട്ടുള്ള ഹിജ്റ, കിന്നര, ജ്യോതി, ശിവശക്തി എന്ന് പറയുന്ന സാംസ്കാരിക ഐഡന്റിറ്റികളും അതുപോലെ തന്നെ ഇന്റർസെക്സ് പോലെയുള്ള സെക്ഷൽ ആയിട്ടുള്ള സെക്സിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യസ്തതകളും അതുപോലെ തന്നെ നോൺ ബൈനറി, ജെൻഡർ ക്യൂർ പോലെയുള്ള, ജെൻഡർ ഫ്ലൂയിഡ് പോലെയുള്ള ഐഡന്റിറ്റികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ ബ്രോഡ് ആയിട്ടുള്ള, വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആയിരുന്നു ട്രാൻസ്ജെൻഡർ എന്ന അതിന് കൊടുത്തിരുന്നത്. പക്ഷെ പുതിയ അമെൻമെന്റിലേക്ക് വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ചുരുക്കുകയാണ് ചെയ്യുന്നത്. ശരീരത്തിന്റെ
അടിസ്ഥാനാക്കിക്കൊണ്ട്, ശരീരത്തിന്റെ അനാട്ടമി അടിസ്ഥാനാക്കിക്കൊണ്ട് ഇന്റർസെക്സ് മനുഷ്യരെ ട്രാൻസ് ആക്കുന്നു. അത് ഒരു വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടാണ് അത് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കൾച്ചറൽ ഐഡന്റിറ്റി. അതും പ്രധാനമായിട്ട് 3 ഐഡന്റിറ്റീസിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്: ഹിജ്റ, കിന്നര, ജോഗപ്പ, പിന്നെ അറവാണി എന്ന് പറയുന്ന ഒരു കൾച്ചറൽ ഐഡന്റിറ്റിക്കും. ഇത്രയും ഐഡന്റിറ്റി ട്രാൻസ് എന്ന് പറയുന്നതിന്റെ പരിധിയിൽപ്പെടും. അടുത്ത അവർ ഒരു ട്രാൻസ് എന്ന രീതിയിൽ പരിഗണിക്കുന്നത് നിർബന്ധിതമായിട്ട് ലിംഗച്ഛേദനം നടത്തപ്പെട്ട വ്യക്തികൾ, ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോയിട്ട് ലിംഗച്ഛേദനം നടത്തിയ വ്യക്തികളെയും ട്രാൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതും വളരെ നമുക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റാത്തതും ഏജൻസി ഇല്ലാത്തതും ഒന്നായിട്ട് ജെൻഡറിനെ സ്ഥാപിക്കുന്ന ഒരു യുക്തിയിൽ ട്രാൻസ് എന്ന് പറയുന്ന നിർവചനത്തിന് അപ്പാടെ പരിമിതപ്പെടുത്തുകയും വളരെ ടൈപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കുറേ അധികം വാർമാതുകളെ പിൻപറ്റുന്ന രീതിയിലേക്ക് അതിനെ വഴിതിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കൺസേൺ. അപ്പോൾ ഈ രീതിയിൽ അടിമുടി മനുഷ്യത്വ വിരുദ്ധവും ഭരണഘടനാപരമായിട്ടുള്ള മൂല്യങ്ങളെ എതിർക്കുന്നതും ആയിട്ടുള്ള ഒരു ബില്ലായിട്ടാണ്, ഒരു അമെൻമെന്റ് ആയിട്ടാണ് പുതിയ ഈ കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെ കേരളത്തിലെ രാജ്യമെമ്പാടുള്ള ക്യൂർ കമ്മ്യൂണിറ്റി കാണുന്നത്. അതുകൊണ്ടാണ് രാജ്യവ്യാപകമായി തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളായിട്ട് ഈ അമെൻമെന്റിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു 12 വർഷം BJP വന്നതിന് ശേഷം ഒരുപാട് ബില്ലുകൾ നമ്മുടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നുണ്ട് രാജ്യത്ത്. എന്നാൽ അതിനെതിരെ സമരങ്ങൾ, ഇപ്പം CAA-ക്കെതിരെ സമരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെയുള്ള ഒരു വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് സമരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെയുള്ള ബില്ലുകൾക്കെതിരെ ഒക്കെ സമരങ്ങൾ കൃത്യമായിട്ടും പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് നിന്നിട്ടൊക്കെ സമരം ചെയ്യാറുണ്ട്. എന്നാൽ ഈ ട്രാൻസ്ജെൻഡർ ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടൊരു സപ്പോർട്ടീവായിട്ട് ട്രാൻസ്ജെൻഡർക്ക് ലഭിച്ചെന്ന് തോന്നുന്നുണ്ടോ? അല്ല, പൊതുവിൽ എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. കമ്മ്യൂണിറ്റിക്ക് അകത്ത് വലിയ തോതിൽ ആശങ്കയും ചർച്ചകളും ഉണ്ടാവുന്നുണ്ടെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ വലിയ തോതിൽ ഗൗരവം ഈ വിഷയത്തിന് കൊടുത്തതായിട്ട് മനസ്സിലാവുന്നില്ല. പലരും രാജ്യസഭയിലാണെങ്കിലും ലോക്സഭയിലാണെങ്കിലും ഇതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ച ആളുകളുണ്ട്. എങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് തിരിച്ചറിയാനോ ഈ പ്രതിഷേധത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുള്ള ഒരു ആർജവമോ ഇതിന്റെ ഒരു സീരിയസ്നെസ്സിനെ തിരിച്ചറിയാനുള്ള ഒരു ഉത്തരവാദിത്വം ഒന്നും അവർ ഏറ്റെടുത്തായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു 2 രീതിയിൽ ഈ നീക്കത്തിനെ മനസ്സിലാക്കാം. ഒന്ന്, നമുക്കറിയാം രാജ്യവ്യാപകമായി തന്നെ ഹിന്ദുത്വ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് നിയമനിർമ്മാണങ്ങളുണ്ട്. മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരുപാട് നിയമനിർമ്മാണങ്ങൾ ദളിതരെയും ആദിവാസികളെയും മുസ്ലിങ്ങളെയൊക്കെ ന്യൂനപക്ഷങ്ങളെ പ്രധാനമായിട്ട് ഉന്മൂലനം ചെയ്യാന്നുള്ള ഒരു ബൃഹത് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവരൊരുക്കുന്ന നിയമനിർമ്മാണങ്ങളുടെ തുടർച്ചയിൽ തന്നെയാണ് ഈ ഒരു അമെൻമെന്റ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത്, ആഗോളമായി സംഭവിക്കുന്ന ട്രാൻസ് വിരുദ്ധ ലെജിസ്ലേഷനുകളുണ്ട്. പ്രധാനമായിട്ട് US-ലൊക്കെ ഉൾപ്പെടെ ട്രംപിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഓരോ ദിവസം തോറും 100, 200, 300 ലെജിസ്ലേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് ട്രാൻസ് മനുഷ്യരുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രവേശനത്തെ, ഹെൽത്തിനെ സംബന്ധിച്ച അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിലുള്ള, അവരുടെ ടോയ്ലറ്റ് യൂസിനെ സംബന്ധിച്ചിട്ടുള്ള റെസ്ട്രിക്ഷനെ മുൻനിർത്തിയുള്ള ഈ രീതിയിൽ മെഡിക്കൽ ഹെൽത്ത് കെയറിനെ അപ്പാടെ ക്രിമിനലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഈ രീതിയിൽ ഒരുപാട് ലെജിസ്ലേഷൻസ് US-ന്റെ കോണ്ടെക്സ്റ്റിലും യൂറോപ്പിന്റെ സാഹചര്യത്തിലൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പം ഈ ആഗോളമായിട്ടുള്ള വലതുപക്ഷ ട്രാൻസ് വിരുദ്ധതയുടെ തുടർച്ചയായിട്ട് കൂടിയാണ് ഇന്ത്യയിൽ ഈ രീതിയിലുള്ള ഉടനടിയുള്ള ഈ രീതിയിലുള്ളൊരു നീക്കം ഉണ്ടാവുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ രീതിയിലൊരു ലാർജർ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിനകത്ത് ഈ വിഷയത്തിനെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ ഇതൊരു ചെറിയ തരത്തിലുള്ള ഒരു പോളിസി ചേഞ്ച് ആയിട്ട് മനസ്സിലാക്കിയാൽ ഇതിൻ്റെ ഒരു വലിയ തരത്തിലുള്ളൊരു കോണ്ടെക്സ്റ്റ് നമുക്ക് കണ്ണിൽപ്പെടാതെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിശാലമായിട്ടുള്ള ഒരു വലതുപക്ഷ രാഷ്ട്രീയ എക്കോസിസ്റ്റത്തിനകത്ത് വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ അമെൻമെന്റിനെ മനസ്സിലാക്കാൻ പറ്റൂ എന്നാണ് കരുതുന്നത്. സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാർ ഒരു ബില്ല് ആരംഭിക്കുന്നത് അതൊരു വലിയൊരു പഠനം നടത്തിയിട്ടാവും. അപ്പം ഈ ഒരു ബില്ല് നടപ്പിലാക്കുമ്പോൾ ട്രാൻസ്ജെൻഡർ പ്രതിനിധികൾ ഉൾപ്പെടുത്തിയിട്ടാണോ, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു പഠനം നടത്തിയതായിട്ട് എന്തെങ്കിലും അറിവുണ്ടോ? ഇല്ല, ഒരു തരത്തിലുള്ള കമ്മ്യൂണിറ്റി കൺസൾട്ടേഷനും ഇല്ലാതെയാണ് ഇങ്ങനെ ഒരു അമെൻമെന്റ് അവർ കൊണ്ടുവരുന്നത്. നാഷണൽ കൗൺസിലുള്ള കൽക്കി സുബ്രഹ്മണ്യത്തിനെ പോലെയുള്ള ട്രാൻസ് ആക്ടിവിസ്റ്റുകൾ ഇതിനെ തുടർന്ന് രാജിവെക്കുകയുണ്ട്. കാരണം ഇവരെ ആരും അറിയാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഇത് കൊണ്ടുവരുന്നത്. കൃത്യമായിട്ട് അണിയറയിൽ ഇതിനകത്തുള്ള നീക്കങ്ങൾ ഭരണകൂടം നടത്തിയിട്ടുണ്ട്. പക്ഷെ കമ്മ്യൂണിറ്റി കൺസൾട്ടേഷൻ ഇല്ലാതെയാണ് ഈ രീതിയിലുള്ള ഒരു നീക്കം അവർ നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മുടെ പാർലമെന്റിലാണെങ്കിൽ കൃത്യമായിട്ടും മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ദളിത്സിനൊക്കെ സംവരണം കൃത്യമായിട്ടുണ്ട്. ആ രൂപത്തിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആ രൂപത്തിൽ പ്രാതിനിധ്യം ഇല്ലാത്തത് കൊണ്ടാണോ ഇത്തരത്തിലുള്ളൊരു നിയമം വന്നതെന്ന് കരുതുന്നുണ്ടോ?
അല്ല, പ്രാതിനിധ്യം ഉണ്ടെങ്കിലും നിലവിലുള്ള ഒരു ഭൂരിപക്ഷ സാഹചര്യം നമുക്ക് അറിയാലോ. അപ്പൊ നമ്മുടെ ശബ്ദങ്ങൾ അവിടെ കേൾപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുമെങ്കിലും ഭൂരിപക്ഷം എപ്പോഴും വലതുപക്ഷത്തിന്റെ കയ്യിലായതുകൊണ്ട് അത് നമുക്ക് ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കും തോന്നുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിയമപരമായിട്ട് നമ്മൾ നേടിയെടുക്കുന്ന വിജയങ്ങൾ ശാശ്വതമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്. കോടതി മുറിയിൽ നമ്മൾ നേടിയെടുക്കുന്ന വിജയങ്ങളൊക്കെ വളരെ കാലം നീണ്ടു നിൽക്കുന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. അപ്പോൾ നിയമപരമായിട്ടുള്ള വിജയങ്ങളുടെ പരിധി എന്താണ് എന്ന് തിരിച്ചറിയാൻ ഈ ഒരു അവസരം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം 2014 നൽസ വിധിന് അതിനുശേഷം വരുന്ന IPC 377 ഡീക്രിമിനലൈസേഷൻ, ഇങ്ങനെ ഒരുപാട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാരേജ് ഇക്വാലിറ്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് വളരെ തകൃതിയായിട്ട് നടക്കുന്നതിൻ്റെ ഇടയിലാണ് 100 കൊല്ലം പിന്നോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. അപ്പം ഇത് കൃത്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു നീക്കമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പം നമ്മുടെ ശബ്ദം ഇല്ലാത്തത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണെങ്കിൽ പോലും നമ്മുടെ ശബ്ദം ഉണ്ടെങ്കിലും ഭൂരിപക്ഷം എങ്ങനെയാണോ ഇതിനെ കണക്കാക്കുന്നത്, ഭൂരിപക്ഷം ആരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യവും കൺസേൺ ആയിട്ട് ഉയരുന്നുണ്ട് എന്ന് തോന്നുന്നു. സ്വാഭാവികമായും ബില്ല് രാഷ്ട്രപതി ഒപ്പിടുന്നതോടുകൂടി നിയമമായി വരികയാണ്. സ്വാഭാവികമായിട്ട് ഇതിനകത്ത് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഒരു മെഡിക്കൽ ഓഫീസറിന്റെ സർട്ടിഫിക്കറ്റ് വേണം. രണ്ടാമതായിട്ട് കോടതിയിൽ നിന്ന് മജിസ്ട്രേറ്റിന്റെ ഒരു സർട്ടിഫിക്കറ്റും ഉണ്ടായാൽ മാത്രമേ ഇത് ഇനി മുതൽ ട്രാൻസ്ജെൻഡറുകളായിട്ടോ അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ആളുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ഇലക്ഷന് മത്സരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ രൂപത്തിൽ നിയമപരിരക്ഷയ്ക്ക് ലഭിക്കാനൊക്കെ ഈ രൂപത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് എത്രത്തോളം ഈ പാവപ്പെട്ടവരായിട്ടുള്ള ഗ്രാമത്തിലൊക്കെ താമസിക്കുന്നതിനെ പറ്റി എല്ലാ ട്രാൻസ്ജെൻഡറുകളും വലിയ വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ചയിൽ എത്തണമെന്നൊന്നുമില്ല. അപ്പം അവരെ സംബന്ധിച്ച് ഈ ബില്ല് എത്രത്തോളം ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്? അല്ല, സിസ്റ്റത്തിന് അല്ലെങ്കിൽ നിയമത്തിന് എപ്പോഴും കൃത്യമായിട്ട് നിർവചിക്കാൻ പറ്റുന്ന വ്യക്തതയുള്ള സബ്ജക്ട്സിനെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഗവേണൻസിന്റെ ഒരു യുക്തി തന്നെ ശരീരങ്ങളെ ക്ലാസിഫൈ ചെയ്യുക, അവരെ കൃത്യമായിട്ട് നിർവചിക്കുക, കള്ളിയിലാക്കുക എന്നുള്ള ഒരു യുക്തിയിലാണ്. അപ്പം ഈ അമെൻമെന്റിന്റെ തുടക്കത്തിൽ തന്നെ അവർ പറയുന്നത് ജെന്യുവിൻ ആയിട്ടുള്ള ട്രാൻസ് വ്യക്തികളെ ഐഡന്റിഫൈ ചെയ്യാനും കൃത്യമായിട്ട് ഗുണഭോക്താക്കളെ തിരിച്ചറിയാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് കൊണ്ടുവരുന്നത്. മുന്നത്തെ നൽസ വിധിയിൽ ഉണ്ടായിരുന്ന ട്രാൻസ് വ്യക്തികൾക്കുള്ള നിർവചനം കുറെ കൂടി വേഗം കുറെ കൂടി വിശാലമായിരുന്നു, അതിനെ ചുരുക്കമാണ് എന്നുള്ളൊരു യുക്തിയിൽ. അതായത് ഗുണഭോക്താക്കൾക്ക് കൃത്യമായിട്ട് ഇത് എത്തിക്കേണ്ടതുണ്ട്, കുറെ പേര് ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നൊരു മിത്തിനെ വെച്ചുകൊണ്ട് ആണ് ഇവരിത് ഈ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. നമുക്ക് പല രീതിയിലും കാണാൻ വേണ്ടി പറ്റും. സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമങ്ങളുടെ സന്ദർഭങ്ങളിൽ ജാതി അട്രോസിറ്റീസിനൊക്കെ അഡ്രസ് ചെയ്യുന്ന നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള അങ്ങനത്തെ ഒരു മിത്ത്, ഒരു മുൻവിധി ഉണ്ടാക്കിക്കൊണ്ടിട്ടാണ് ഇവരിത് ചെയ്യുന്നത്, ഒരു പാനിക് ഉണ്ടാക്കിക്കൊണ്ട്. അതേപോലെ തന്നെ നിർബന്ധിതമായിട്ട് ഈ രീതിയിലുള്ള ട്രാൻസ്ജെൻഡറിങ്, പോസ്റ്റ് ട്രാൻസ്ജെൻഡറിങ് എന്ന് പറയുന്ന ഒരു ടേം ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഇതിനൊന്നും വസ്തുതാപരമായിട്ട് എന്ത് തെളിവാണുള്ളത്, എന്ത് വസ്തുതാപരമായിട്ടുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇത്ര ഹറിയിൽ ഇത് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഇതിനൊന്നും ഉത്തരമില്ല. പക്ഷെ ഈ ഭാഷ പോസ്റ്റ് ട്രാൻസ്ജെൻഡറിങ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെന്റ് എന്നൊക്കെ പറയുന്ന ആളുകളെ പ്രലോഭിപ്പിച്ചുകൊണ്ടും വശീകരിച്ചുകൊണ്ടൊക്കെ ചെയ്യുന്ന ഒന്നാണ് ജെൻഡർ എന്ന് പറയുന്നത്, അങ്ങനെ മാറ്റാൻ പറ്റുന്ന ഒന്നാണെന്നൊക്കെയുള്ള ഒരു ഭാഷ എന്ന് പറയുന്നത് കൃത്യമായിട്ട് യൂറോപ്പിലുള്ള റൈറ്റ് വിങ് ആയിട്ടുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള ട്രംപ് ഉൾപ്പെടെയുള്ള ആളുകളുടെ വായന്ന് വരുന്ന ഒരു ഭാഷയാണ്. ഈ വൊക്കാബുലറി നമുക്ക് പരിചയമുള്ളതാണ്. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെയുള്ള anti-LGBTIQA+ ലെജിസ്ലേഷന്റെ തുടർച്ചയിൽ ഉണ്ടാവുന്ന ഒരു ലാംഗ്വേജ് തന്നെയാണ് ഇവിടെ നമുക്ക് ആവർത്തിക്കാൻ വേണ്ടി പറ്റുന്നത്. അത് മാത്രമല്ല, വേറൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ 1871 നമുക്കൊരു നിയമം ഉണ്ടായിരുന്നു, കൊളോണിയലിസ്റ്റുകൾ കൊണ്ടുവന്ന ഒരു നിയമം, ക്രിമിനൽ ട്രൈബ്സ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം. അതിന്റെ 2 പാർട്ടിൽ, രണ്ടാമത്തെ പാർട്ടിൽ ഹിജ്റ കമ്മ്യൂണിറ്റിനെ അപ്പാടെ ക്രിമിനലൈസ് ചെയ്യുന്ന ഒരു ആക്ട് ആയിട്ടാണ് നിന്നിരുന്നത്. അപ്പം അതിനകത്തുള്ള ടേമുകൾ, അതിനകത്തുള്ള മുൻവിധികൾ അതേപടി ഇവിടുത്തെ അമെൻമെന്റിൽ ആവർത്തിക്കുന്നുണ്ട്. യൂനക്ക് എന്ന് പറയുന്ന ഒരു വാക്ക്, അതൊരു കൊളോണിയൽ കാറ്റഗറിയാണ്. അതാണ് ബില്ലിൽ അമെൻമെന്റിനകത്ത് ആവർത്തിക്കുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത്. രണ്ടാമത് കുട്ടികളെ പിടിച്ചുകൊണ്ടുപോകുന്ന ആൾക്കാർ, കാസ്ട്രേഷൻ, ഫോഴ്സ്ഡ് ആയിട്ട് ലിംഗഛേദനം നടത്തുന്ന ആൾക്കാർ, ഈ രീതിയിലുള്ള വാക്കുകൾ വരുന്നത്, ഈ മുൻവിധികൾ വരുന്നത് കൃത്യമായിട്ടൊരു കൊളോണിയൽ ആയിട്ടുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പിങ്ങിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് എവിഡന്റ് ആയിട്ട് ഓരോ ക്ലോസ് എടുത്ത് നോക്കുന്ന സമയത്ത് ക്രിമിനൽ ട്രൈബ്സ് ആക്ടുമായിട്ട് ഇതെങ്ങനെ ചേർന്ന് കിടക്കും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ രീതിയിൽ വളരെ രീതിയിൽ കമ്മ്യൂണിറ്റിക്ക് അപകടം ഉണ്ടാക്കുന്ന ഒരു അമെൻമെന്റ് ആയിട്ടാണ് ഇത് മാറുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അത് മാത്രമല്ല, മെഡിക്കൽ ട്രാൻസിഷൻ എന്ന് പറയുന്നത്, സർജറി ചെയ്യുക എന്ന് പറയുന്നത് കമ്പൽസറിയേ അല്ല. എല്ലാ വ്യക്തികൾക്കും ഒരേ മട്ടിലായിരിക്കില്ല ഈ ജെൻഡർ ഇൻകോൺഗ്രൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. എല്ലാവർക്കും സർജറി ചെയ്യണമെന്ന് ഉണ്ടാവില്ല. ചില ആൾക്ക് സോഷ്യൽ ട്രാൻസിഷൻ ആയിരിക്കും ഇഷ്ടം, ചില ആളുകൾ ഹോർമോൺ മാത്രമായിരിക്കും എടുക്കുന്നുണ്ടാവുക, ചില ആളുകൾ എല്ലാ തരത്തിലുള്ള സർജറിയും ചെയ്യുന്നുണ്ട്, ചില ആളുകൾ
ടോപ്പ് സർജറി മാത്രമായിരിക്കും ചെയ്യുക. ഇത് ഓരോരുത്തരുടെ വ്യക്തികളുടെ പ്രിഫറൻസിനെ മുൻനിർത്തിയും അവരെന്താണോ ആഗ്രഹിക്കുന്നത്, അവരുടെ ശരീരം എങ്ങനെയാണ് കാണപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നത്, അവരുടെ മനസ്സ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നതിനൊക്കെ മുൻനിർത്തിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാത്തിനും ഒറ്റൊരു അച്ചിലേക്ക് വാർത്തെടുക്കുക, വളരെ ഹോമോജനൈസ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു യുക്തിയിലാണ് ഈ സർജറിനെ നിർബന്ധമാക്കുന്ന ഒരു യുക്തി കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഇത് ആർക്കാണ് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുക, ആർക്കാണ് സർജറി ഒക്കെ ചെയ്ത് സോക്കോൾഡ് പൂർണ്ണതയുള്ള ഒരു സ്ത്രീയോ പുരുഷനായിട്ട് മാറാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളത്. നമുക്കറിയാം ഫണ്ട് കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ് എങ്കിലും സർജറി കഴിഞ്ഞതിന് മാത്രം റീംബേഴ്സ് ചെയ്യുന്ന ഒരു യുക്തിയിലാണ് നിൽക്കുന്നത്. ഈ പൈസ ഇവർ ആദ്യം ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ മെഡിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്, ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്നത് ക്വിയർഫോബിക് ആണ്. നമ്മുടെ മെഡിക്കൽ പാഠപുസ്തകങ്ങളൊക്കെയും തന്നെ വളരെയധികം സ്റ്റീരിയോടൈപ്സ് ഉള്ള ഒരു ഇതായിട്ടാണ് ഇപ്പോഴും നിന്നുകൊണ്ടിരിക്കുന്നത്. അത് പരിഷ്കരിക്കപ്പെട്ടിട്ടില്ല. അപ്പം ഇവര് മെഡിക്കൽ ബോർഡിന്റെ അടുത്ത് പോകുന്ന സമയത്ത് ഈ ഡോക്ടേഴ്സ് എങ്ങനെയായിരിക്കും ഇവരെ പരിഗണിക്കുക? അതല്ല, ഒരാളുടെ ജെൻഡർ ഡോക്ടേഴ്സ് എന്ത് നോക്കിയിട്ട് അത് അളക്കാൻ പറ്റുക? അത് മെഷർ ചെയ്യുമ്പോൾ ഒന്നും നിലവിൽ നമ്മുടെ കയ്യിലില്ല. സെക്സ് ആണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ശരീരം നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒന്നാണ് സെക്സ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു വ്യക്തിയുടെ ജെൻഡർ എങ്ങനെയാണ് ഒരു വ്യക്തിനെ കാണുന്ന സമയത്ത് നമുക്കത് ഡിഫൈൻ ചെയ്യാനോ അത് ഐഡന്റിഫൈ ചെയ്യാനോ പറ്റുമോ? അത് അങ്ങനെ ബയോളജിക്കലായിട്ട് എന്തെങ്കിലും ടെസ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ കിട്ടുന്നൊരു റിസൾട്ട് ഒന്നുമല്ല ജെൻഡർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻസ് ഈ അമെൻമെന്റിനകത്തുണ്ട്. ഇവർ ചെയ്യുന്ന ഒരു യുക്തി എന്ന് പറയുന്നത് ജെൻഡർ സെക്സ് എന്ന് പറയുന്ന ആ ഒരു ഇതിനിടയിലുള്ള ഈ ഒരു രേഖനെ, ഇതിനിടയിലുള്ള ഈ അതിരിനെ അപ്പാടെ ഇല്ലാതാക്കിക്കൊണ്ട് കൊളാപ്സ് ചെയ്യാന്നുള്ളൊരു യുക്തിയിലാണ് അവർ നിലവിൽ അമെൻമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് ഭയങ്കര ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇനി ഏത് രൂപത്തിലായിരിക്കും, സമരത്തിലൂടെയാണോ അല്ലെങ്കിൽ ഏത് രൂപത്തിലെ നിയമപരിരക്ഷത്തിലൂടെയാണോ, ഏത് രൂപത്തിലായിരിക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ടിവിസ്റ്റുകൾ ഈ വിഷയത്തിനെ നേരിടാൻ പോകുക? അല്ല, നമ്മൾ നിരന്തരമായിട്ട് നമുക്കറിയാം, നമുക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ല ഇവിടെയുള്ള അവകാശ സംരക്ഷണങ്ങൾ, ഇവിടെയുള്ള നിയമനിർമ്മാണങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള നൽസ വിധി ആണെങ്കിലും അതിനുശേഷം വന്നിട്ടുള്ള IPC 377 മാറ്റാണെങ്കിലും ഒക്കെ നമ്മൾ ദീർഘകാലം പോരാടിക്കൊണ്ട് നേടിയെടുത്ത അവകാശങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയും സമരം തുടരും, പോരാട്ടങ്ങൾ തുടരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരും കൊച്ചിയിലൊക്കെ ആയിട്ട് ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ, വളരെയധികം ആളുകൾ കൂടിയിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യമെമ്പാടും പല രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ തുടർച്ച, സമരങ്ങളുടെ തുടർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനകത്തേക്ക് ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള എല്ലാ മനുഷ്യരും പങ്കാളികളാവുക എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത്. ഇത് കേവലം ഇത് നിങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അതിൽ വലിയൊരു അപകടമുണ്ട്. കാരണം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ തേടി വന്നെങ്കിൽ നാളെ നിങ്ങളെയും തേടി വരുന്നുള്ള ഒരു യുക്തി അതിനകത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫാഷിസം എന്ന് പറയുന്ന ഒരു സാധനം എപ്പോഴും പ്രവർത്തിക്കുക സ്വാതന്ത്ര്യത്തിനെ കൂച്ചുവലം കിട്ടുകൊണ്ടാണ്. പക്ഷേ സ്വാതന്ത്ര്യം, സമത്വം പോലുള്ള ആശയങ്ങളെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ഭരണകൂടത്തിന്, ഒരു ജനപ്രതിനിധിക്ക്, ഒരു നായകനൊന്നും അധികകാലം മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അവര് ഫാഷിസം ചെയ്യുന്ന അല്ലെങ്കിൽ ഫാഷിസ്റ്റുകൾ ചെയ്യുന്ന ഒരു യുക്തി എന്ന് വെച്ചാൽ വളരെ പിടിച്ചുകൊണ്ട് ഒരു ഒടിവിദ്യ കാണിച്ചുകൊണ്ടാണ് ഇവർ സ്വാതന്ത്ര്യം, സമത്വം തുടങ്ങിയ ആശയങ്ങൾക്കൊക്കെ തുരങ്കം വെക്കുക. അപ്പൊ ഫാഷിസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ആലോചനയുടെ സന്ദർഭത്തിൽ ജെയ്സൺ സ്റ്റാലി എന്ന് പറയുന്ന ഒരു സ്കോളർ പറയുന്ന ഒരു നിരീക്ഷണമാണത്. അപ്പോൾ ഒരു പറയുന്നത് സ്വാതന്ത്ര്യം, സമത്വം എന്ന് പറയുന്ന ആശയങ്ങൾ തുരങ്കം വെക്കാനുള്ള ഒരു ഏറ്റവും ഫലപ്രദമായിട്ടുള്ള വഴി എന്ന് പറയുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ഇല്ലാത്തൊരു ശത്രുവിനെ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് പാനിക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഹിന്ദുത്വം കഴിഞ്ഞ കുറേ അധികം കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മുസ്ലിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ദളിതര ആദിവാസികളെ മുൻനിർത്തിക്കൊണ്ട് ഒരു അപരത്തിന്, ഒരു അധർനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അപ്പം അതിൻ്റെ ഒരു തുടർച്ചയിലാണ് ഇവർ ക്യൂർ മനുഷ്യരെയും ഈ രീതിയിലൊരു അപരം എന്നുള്ള രീതിയിൽ സ്ഥാനപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവർ ചോദിച്ചാൽ ഇവർ ഡ്രസ്സ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്, ഇത് നമ്മൾ എന്ത് ധരിക്കണം, നമ്മൾ എന്ത് കഴിക്കണം, നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഉള്ളത് സ്വാതന്ത്ര്യത്തിനെ സംബന്ധിച്ച ചോദ്യമാണ്. ലിബർട്ടി എന്ന് പറയുന്ന ഒരു ഭരണഘടനാ മൂല്യത്തിനെ സംബന്ധിച്ച ചോദ്യമാണ്. അതിനെയാണ് അവർ തുരങ്കം വെക്കുന്നത്. ജെൻഡർ, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ വസ്ത്രം ധരിക്കും, ഞാൻ ഇഷ്ടമുള്ള പോലെ എൻ്റെ ജെൻഡർ എക്സ്പ്രസ് ചെയ്യുമെന്ന് പറയുന്നത് എൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഭരണഘടന എനിക്ക് നൽകുന്ന ഒരു അവകാശം, മൗലികാവകാശത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനെയാണ് അവർ അപ്പാടെ വെട്ടിമാറ്റാൻ വേണ്ടി നിൽക്കുന്നത്. ഇത് കേവലം ക്യൂർ മനുഷ്യനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമായിട്ടേ നിൽക്കുന്നില്ല. ഇപ്പോൾ ക്യൂർ ആയിട്ടുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കൾ, പാരൻസ്, അതായത് ഫാമിലി പോലെയുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, NGOs, ഇതിനൊക്കെ ക്രിമിനലൈസ് ചെയ്യാനും ഇവരൊക്കെ കുറ്റവാളികളായിട്ട് ജയിലിൽ അടയ്ക്കാനുള്ള വകുപ്പുകൾ ഈ ബില്ലിനകത്തുണ്ട്. അതും അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ട്രാൻസ് വ്യക്തിനെ നിങ്ങൾ റേപ്പ് ചെയ്താലോ ഫിസിക്കലി അബ്യൂസ് ചെയ്താലോ ഏറ്റവും ചുരുങ്ങിയത് 6 മാസവും 2 വർഷമൊക്കെയാണ് തടവ് കൊടുത്തിട്ടുള്ളത്. അതേസമയം ഏതെങ്കിലും ഒരു വ്യക്തിനെ നിങ്ങൾ ട്രാൻസ് ആക്കാൻ വേണ്ടി സഹായിച്ചു, ഇൻഫ്ലുവൻസ് ചെയ്തു എന്നൊക്കെയുള്ള കുറ്റത്തിന് ജീവപര്യന്തമാണ് ശിക്ഷ.
ഇത് കൃത്യമായിട്ട് നോക്കേണ്ടതാണ്. അപ്പം ഇത് എവിടെയൊക്കെ നമ്മൾ പ്രയോഗിക്കും? ഇപ്പൊ നമ്മൾ അറിയാം, ട്രാൻസ് ആയിട്ടുള്ള മനുഷ്യരെ വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ടും കിട്ടാത്ത മനുഷ്യരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന മനുഷ്യരുമാണ്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന വയലൻസ് നേരിട്ട് ഇറങ്ങിപ്പോരുന്ന മനുഷ്യർ പോകുന്നത് CBOസിന്റെ അടുത്തേക്കും NGOസിന്റെ അടുത്തേക്കും ഒക്കെയാണ്. അപ്പൊ ഈ സപ്പോർട്ട് സിസ്റ്റം, ഈ കളക്റ്റീവിനെതിരെ വീട്ടുകാർ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ മൊത്തം ക്രിമിനലൈസ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള വകുപ്പുണ്ട്. അതും ജീവപര്യന്തം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഈ രീതിയിൽ നമ്മളെ സഹായിക്കുന്ന സപ്പോർട്ട് സിസ്റ്റം ആയിട്ടുള്ള കിൻഷിപ്പ് പാറ്റേൺസിന് അപ്പാടെ നമ്മുടെ സംഘാടനങ്ങളെ അപ്പാടെ എന്ത് ചെയ്യുന്നത്, ക്രിമിനലൈസ് ചെയ്യുന്ന ഒരു നീക്കായിട്ടാണ് അത് മാറുന്നത്. അപ്പം അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ മോഹൻ ഗോപാലിനെ പോലെയുള്ള വളരെ പ്രശസ്തരായുള്ള അഡ്വക്കേറ്റ്സ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. നമ്മുടെ കൂട്ടായ്മകൾ രൂപീകരിക്കാനുള്ള നമ്മുടെ ഒരു ശേഷീനെ, നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തിനൊക്കെ ഇല്ലാതാക്കുന്ന ഒരു ശ്രമമായിട്ടാണ് ഇത് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ പലരും പറയുന്നൊരു കാര്യമുണ്ട്, ചില ആൾക്കാർ സേഫാണ്. ഇപ്പോൾ കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെയുള്ള ഇപ്പൊ ഇന്റർസെക്സ് മനുഷ്യരെ അംഗീകരിക്കുന്നുണ്ട്, ട്രാൻസ് ആയിട്ട് ഹിജ്റ, കിന്നറ, ജോഗപ്പ അങ്ങനത്തെ കൾച്ചറൽ ഐഡന്റിറ്റീസിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഇവരാരും സേഫ് അല്ല. എല്ലാ ക്വയർ മനുഷ്യരും ഇതിനകത്ത് ക്രിമിനൽസ് തന്നെയാണ്. ഇപ്പൊ കാരണം ക്രിമിനലൈസേഷന്റെ സെഷൻസ് നോക്കുന്ന സമയത്ത് ഈ ഒരു എന്താ പറയാ, പരിവാർ സിസ്റ്റത്തിലെ അസോസിയേറ്റ് ചെയ്ത മനുഷ്യർ, ഏതെങ്കിലും തരത്തിൽ ഈ തരത്തിലുള്ള ബന്ധുത്വങ്ങൾ ഫോം ചെയ്തിട്ടുള്ള മനുഷ്യർ, ഇവർക്കൊക്കെ എതിരെ ഈ നിയമം ഉപയോഗപ്പെടാം. അപ്പൊ ഇവരൊക്കെ ക്രിമിനലാവാം. അപ്പം ആരും ഇതിനകത്ത് സേഫ് അല്ല. എല്ലാവരും ഇതിനകത്ത് വളരെയധികം പ്രശ്നം നേരിടാൻ പോകുന്നതാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എങ്ങനെ വേണമെങ്കിലും ഈ നിയമങ്ങൾ നമുക്ക് ദുരുപയോഗിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ബേസിക് ആയിട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വളരെ വ്യക്തിപരമായിട്ടുള്ള ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളെ തുരങ്കം വെക്കുന്ന ഒരു നീക്കായിട്ടാണ് ഈ ഒരു അമെൻമെന്റ് നിൽക്കുന്നത്. എന്തായാലും ഈ സമരത്തിനും ഈ ബില്ലിനെതിരെയുള്ള എല്ലാ പ്രക്രിയകൾക്കും ഡൂൾ ന്യൂസിന്റെ എല്ലാ ഐക്യദാർഢ്യവും അറിയിക്കുന്നു. താങ്ക് യു.